പള്ളുരുത്തി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് പാറ്റേൺ നടപ്പിലാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററിന്റെയും ലബോറട്ടറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററും ലബോറട്ടറിയും ഉദ്ഘാടനം ചെയ്തത്. ആശുപത്രിയിൽ സ്റ്റാഫ് പാറ്റേൺ നടപ്പിലാക്കുമെന്നും ഇതിന്റെ നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ 8 വർഷങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ഒരു മിഷൻ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രവർത്തനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ചികിത്സാ സേവനങ്ങൾ എല്ലാവർക്കും ഒന്നുകിൽ സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ലഭ്യമാകണമെന്നുള്ളതാണ്. അത് വെറും ചികിത്സ എന്നുള്ളതല്ല, ഗുണമേന്മയുള്ള ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുക എന്നുള്ളതാണ്. ഫിസിയോതെറാപ്പി സെന്റർ MLA കെ ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രദേശമാണ് പള്ളുരുത്തി. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ അധിവസിക്കുന്ന പ്രദേശമാണ്. ഈ പള്ളുരുത്തി ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. M. സ്വരാജ് MLA ആയിരിക്കുമ്പോൾ MLA ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും ചിലവഴിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കൂടാതെ കൊച്ചി നഗരസഭയുടെ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും ഇതിനായി ചിലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഡയാലിസിസ് കൗച്ചുകൾ, ജനറേറ്റർ, UPS മറ്റ് പ്രധാനപ്പെട്ട ഉപകരണങ്ങളടക്കമുള്ള സംവിധാനം കൂടി ഡയാലിസിസ് സെന്ററിന്റെ പൂർണ്ണമായ പ്രവർത്തനം സജ്ജമാക്കുന്നതിനാവശ്യമായി വന്നപ്പോൾ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കൊച്ചി റിഫൈനറി സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടായ 1 കോടി രൂപയും അനുവദിച്ചതോടെയാണ് ഡയാലിസിസ് സെന്റർ പൂർണ്ണമായ പ്രവർത്തനത്തിന് സജ്ജമാക്കിയത്. പ്രതിസന്ധിയിലാവുമ്പോൾ കൊച്ചി മേയർക്ക് ഏറ്റവും ആശ്രയം, കൊച്ചി മേയർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിയെടുക്കുന്നുണ്ടോ, കൊച്ചി നഗരത്തിന് എപ്പോഴും ആശ്രയമായ 1-2 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിലൊരു പൊതുമേഖലാ സ്ഥാപനമാണ് BPCL. ഞാൻ BPCLന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഏതാണ്ട് 1 കോടി രൂപ ചെലവ് വരുന്ന ഈ കാര്യം ഒരിത്തിരി കാര്യമായ CSR ആണ്. കാരണം അവരെ ഇപ്പൊ തന്നെ നമുക്ക് വേണ്ടി കേരളത്തിന്റെ അഭിമാനമായ CBG പ്ലാന്റ് രാവും പകലും 1 മണിക്കൂർ പോലും ഇടവേളയില്ലാതെ ഏതാണ്ട് 100 കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് ബ്രഹ്മപുരത്ത് CBG പ്ലാന്റ് മാർച്ചിൽ അവർ കംപ്ലീറ്റ് ചെയ്യും. അതിനിടയിൽ ഒരു CSR ഫണ്ട് ചോദിക്കുന്നത് തന്നെ സത്യത്തിൽ മേയർക്ക് ഒരു പ്രയാസമാണ്. പക്ഷെ ചോദിച്ചു, അപ്പൊ തന്നെ BPCL അത് ഗ്രാന്റ് ചെയ്തു. BPCL കൊച്ചി റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. ശങ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. It will help the community, not only the Pallurthi, nearby Kumbalangi and other places. I understand nearby many people who need this kind of facility will be making use of this and they will require fast. ഡെപ്യൂട്ടി മേയർ KA അൻസിയ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ VA ശ്രീജിത്ത്, PR റനീഷ്, ഷീബാലാൽ, പ്രിയ പ്രശാന്ത്, ഡിവിഷൻ കൗൺസിലർ PR രചന, കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, GCD ജനറൽ കൗൺസിൽ അംഗം PA പീറ്റർ, DMO ആശാദേവി, ഡോക്ടർ മിനു മാത്യു, ഡോക്ടർ MM ഹനീഷ് എന്നിവർ സംസാരിച്ചു. ഡയാലിസിസ് സെന്ററിലെ പ്രവർത്തനം അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ എന്നൊരു നമ്മുടെ പള്ളുരുത്തിക്കാർക്ക് ഏറ്റവും അനിവാര്യമായ, പള്ളുരുത്തിയുടെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചി നഗരസഭയുടെ ഭാഗമായിട്ട് പോലും ഇപ്പോഴും ഗ്രാമീണ സ്വഭാവം പുലർത്തുന്ന ജനങ്ങൾ ആ രൂപത്തിൽ തന്നെ, ആ രീതിയിൽ തന്നെ ജീവിത നിലവാരം പുലർത്തുന്ന ഒരുപാട് ആളുകൾ പള്ളുരുത്തിയിൽ തിങ്ങിപ്പാർക്കുന്ന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,